നമസ്കാരം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ കുളപ്പുള്ളി റോഡ് തകർച്ചയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണുമെന്ന് പി മമ്മിക്കുട്ടി MLA. കുളപ്പുള്ളി മുതൽ ചെറുതുരുത്തി വരെയും പൊതുവാൾ ജംഗ്ഷൻ മുതൽ SMP ജംഗ്ഷൻ വരെയുമുള്ള റിംഗ് റോഡിന്റെയും തകർച്ച പരിഹരിക്കാൻ 25 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ ഓഗസ്റ്റ് 10-നകം പ്രവൃത്തി നടത്തുമെന്നും MLA. മഴക്കാലം കഴിഞ്ഞാൽ പുതിയ ടെൻഡറുമായി മുന്നോട്ടു പോകാൻ ഗവൺമെന്റ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ആഹ്ലാദവും ആശ്വാസവും പ്രകടിപ്പിച്ച രാഷ്ട്രീയ ഭരണ നേതൃത്വവും മതമേധാവികളും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നന്ദിയുണ്ടെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. കന്യാസ്ത്രീകൾക്കും ആദിവാസി യുവാവിനും ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് K. രാധാകൃഷ്ണൻ MP. ജയിലിൽ കഴിയേണ്ടി വന്ന കന്യാസ്ത്രീകൾ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഇരകളെന്ന് മന്ത്രി MB രാജേഷ്. ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നേറ്റത്തിന്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ചാൻസലർ ഉൾപ്പെടെ ശ്രമിക്കുന്നത് ഖേദകരമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു. മന്ത്രിസഭയെ പ്രതിനിധീകരിച്ച് മന്ത്രി P. രാജീവിനൊപ്പം അടുത്ത ദിവസം ചാൻസലറെ കാണും. അഭിപ്രായ സമന്വയത്തോടെയാണ് സർക്കാരും ചാൻസലറും മുന്നോട്ടു പോകേണ്ടതെന്നും മന്ത്രി. ഓലകരിച്ചിൽ രോഗബാധ. മണ്ണൂർ ഞാറക്കോട് പാടശേഖരത്തിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണിയിൽ. കീടനാശിനികൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ. കൃഷിയിറക്കിയത് ഏക്കർ 1-ന് 35,000 രൂപ ചിലവിൽ. കടക്കണിയിലെന്നും കാലാവസ്ഥാ വിള ഇൻഷുറൻസ് ഉടൻ ലഭ്യമാക്കണമെന്നും കർഷകർ. അധ്യാപകരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് AKSTU. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് DDE ഓഫീസ് മാർച്ച്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നവകേരള സൃഷ്ടിക്ക് പിന്തുണ ആവശ്യപ്പെട്ട് KSTA. പാലക്കാട്ട് മാർച്ചും ധർണയും. ചേലക്കരയിൽ വീണ്ടും കാട്ടാന. ഓണവിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പിന് ഭാഗമായ ചങ്ങാലിക്കോടൻ വാഴത്തോട്ടം കാട്ടാന നശിപ്പിച്ചു. വീടുകൾക്ക് സമീപം വരെ ആനയെത്തിയതായി കർഷകർ. വന്യജീവി ആക്രമണം തുടർക്കഥയാകുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. വാർത്തകൾ വിശദമായി. ഷൊർണൂർ കുളപ്പുള്ളി റോഡ് തകർച്ചയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണുമെന്ന് പി മമ്മിക്കുട്ടി MLA. 25 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സർക്കാരിന് സമർപ്പിച്ചു. മഴ കനത്തില്ലെങ്കിൽ ഓഗസ്റ്റ് 10-നകം പ്രവൃത്തി നടത്താനാണ് തീരുമാനമെന്നും MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഴ ശക്തമായില്ലെങ്കിൽ ഓഗസ്റ്റ് 10-നകം പ്രവൃത്തി നടത്താനാണ് തീരുമാനമെന്ന് പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. കുളപ്പുള്ളി മുതൽ ചെറുതുരുത്തി പാലം വരെയുള്ള പാതയുടെയും പൊതുവാൾ ജംഗ്ഷൻ മുതൽ SMP ജംഗ്ഷൻ വരെയുള്ള റിംഗ് റോഡിന്റെയും 4.5 കിലോമീറ്റർ പ്രവൃത്തിയാണ് നടത്തുക. ജനങ്ങൾ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഗവൺമെന്റ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി റോഡ് പ്രവൃത്തി ഉടൻ ആരംഭിക്കാൻ തീരുമാനമായത്. 2020-ലാണ് കുളപ്പുള്ളി മുതൽ ചെറുതുരുത്തി പാലം വരെയുള്ള പാതയുടെയും പൊതുവാൾ ജംഗ്ഷൻ മുതൽ SMP ജംഗ്ഷൻ വരെയുള്ള റിംഗ് റോഡിന്റെയും പ്രവൃത്തിക്കായി ടെൻഡർ കഴിഞ്ഞത്. എന്നാൽ ആദ്യത്തെ കുറച്ച് ദിവസം റോഡിന്റെ പ്രവൃത്തി നടന്നെങ്കിലും പിന്നീട് അത് നിലയ്ക്കുന്ന സ്ഥിതിയാണുണ്ടായത്. ഇപ്പോൾ കുളപ്പുള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ BM വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രവൃത്തി പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ വകുപ്പ് തലത്തിലും ചർച്ച നടത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. മഴക്കാലം കഴിഞ്ഞാൽ പുതിയ ടെൻഡറുമായി മുന്നോട്ടു പോകാനാണ് ഗവൺമെന്റ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനം. കുളപ്പുള്ളി മുതൽ ചെറുതുരുത്തി പാലം വരെയുള്ള പാതയുടെയും പൊതുവാൾ ജംഗ്ഷൻ മുതൽ SMP വരെയുള്ള റിംഗ് റോഡിന്റെയും BMBC പ്രവൃത്തി പൂർത്തിയാക്കാനുണ്ട്. 25 ലക്ഷം രൂപയുടെ ഭരണാനുമതി കിട്ടുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാക്കി ജനങ്ങളുടെ യാത്ര സുഗമമാക്കുമെന്ന് MLA ഉറപ്പു നൽകി. 2018 റേറ്റ് ആയിരുന്നു. ഇപ്പോൾ റേറ്റ് റിവിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ റേറ്റ് റിവിഷൻ വരുമ്പോൾ അതിനനുസരിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് ആ റേറ്റ് റിവിഷൻ അനുസരിച്ച് കൊണ്ട് പുതിയ രീതിയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതൊരു പുതിയ വർക്ക് എന്ന നിലക്ക് ടേക്കപ്പ് ചെയ്ത് ASും DS-ഉം കൊടുത്ത് ടെൻഡർ ചെയ്ത പ്രവൃത്തി നടത്തണം. അന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ അതിനെന്താ വെച്ചാൽ സ്വാഭാവികമായി വരുമ്പോൾ അതിന് കാലതാമസം വരുമല്ലോ. പക്ഷെ അങ്ങനെ കാലതാമസം വരാൻ പറ്റില്ല. ട്രാഫിക് ബ്ലോക്കാണെങ്കിൽ അത് അതിൻ്റെ ഒരു വഴിക്ക് നടക്കട്ടെ. ബാക്കി ഇതിനെ സംബന്ധിച്ച് ചർച്ച നടത്തി അടിയന്തരമായി മറ്റ് സാങ്കേതികത്വങ്ങളുടെ നൂലാമാലയിൽ നിന്ന് ഒഴിവാക്കി ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു അടിയന്തര പരിതസ്ഥിതി എന്ന നിലക്ക് ഒരു തീരുമാനം എടുത്തിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര ട്രാഫിക് ബ്ലോക്കുന്നതിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ ഇവിടെ ഈ പാച്ച് ചെയ്യുന്നതിനും കാര്യത്തിനും അത് ധാരാളം സഫീഷ്യൻ്റ് തന്നെയാണ്. ചർച്ച ചെയ്തു.
ആദ്യം ഇങ്ങനെ കുറച്ച് പൈസ പക്ഷെ അവർക്ക് പരമാവധി അല്ല അത്രയും ഇത് വേണ്ട, മറ്റേ വർഗത്തിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ ആ 25 ലക്ഷം രൂപക്ക് വനാനുമതിക്ക് വേണ്ടി എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. ഇന്ന് സർക്കിൾ ഓഫീസിലേക്ക് കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവരെ വിളിച്ചിരുന്നു. ഞാൻ സിഐനെ വിളിച്ചു. നാളെ സിയുടെ ഓഫീസിലേക്ക് എത്തും. അത് ഏസ് കിട്ടിയാൽ ഷോർട്ട് ടൈം അതാണ് ടെൻഡർ വേണം. ഒരു ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധാരണഗതിയിൽ 15 ദിവസം കൊടുക്കും. അത് ടെൻഡർ കഴിഞ്ഞ് വന്നിട്ട് ടെൻഡർ പൊട്ടിക്കാൻ ഒരു 10 ദിവസം കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ കൃത്യം അതില്ല. ഷോർട്ട് ടേം എന്നുള്ള നിലക്ക് 5 ദിവസത്തെ ടൈം വെച്ചിട്ടാണ് ഇത് ടെൻഡർ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിനാവശ്യമായി വരുന്ന എമർജൻസി അടിസ്ഥാനത്തിലുള്ള ഈ വർക്ക് ട്രാഫിക് ബ്ലോക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശും MLAക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നന്ദി അറിയിച്ച് മാർ ആൻഡ്രൂസ് താഴത്ത്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ മേഖലകളിൽ നിന്നും പിന്തുണ കിട്ടി. ഡൽഹിയിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ കേസ് എത്രയും വേഗം ഇല്ലാതാക്കാൻ നടപടിയുണ്ടാകണമെന്നും ന്യൂനപക്ഷ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ധ്വംസിക്കപ്പെടരുതെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ വിവിധ വ്യക്തികൾ കക്ഷി രാഷ്ട്രീയമൊന്നും കൂടാതെ ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു എന്നുള്ളത് വ്യക്തിപരമായി തന്നെ എനിക്കറിയാം. കാരണം ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. വളരെ പ്രത്യേകിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഞാൻ നന്ദി പറയുകയാണ് ഇങ്ങനെ ജാമ്യം ലഭിക്കാൻ. ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ തെറ്റായ രീതിയിൽ ചിലരുടെ കുറ്റാരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കന്യാസ്ത്രീകൾക്കും ആദിവാസി യുവാവിനും ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ MP. കന്യാസ്ത്രീകളെ രാജ്യദ്രോഹികളെന്നു ചിത്രീകരിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചത്. മദർ തെരേസ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ അവരെയും രാജ്യദ്രോഹിയാക്കുമായിരുന്നു. സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖം രാജ്യം തിരിച്ചറിഞ്ഞെന്നും കെ രാധാകൃഷ്ണൻ MP പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധം ഉയർന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഒടുവിലാണെങ്കിൽ പോലും ആ സിസ്റ്റർമാർക്കും ആദിവാസി യുവാക്കും ജാമ്യം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്നും കൂടി നാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ കന്യാസ്ത്രീകളെ ഞങ്ങൾ ജയിലിൽ പോയി കണ്ടിരുന്നു. അവർ പറഞ്ഞ ദയനീയമായിട്ടുള്ള അവസ്ഥകളുണ്ട്. അവര് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ നടത്തപ്പെട്ടത് വളരെ മോശപ്പെട്ട രീതിയിലാണ്. പോലീസ് സംവിധാനം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് നല്ല ചോദ്യം ചെയ്തു. പുറമേ നിന്നുള്ള സംഘപരിവാർ സംഘടനകളാണ് അവരെ ഭീകരമായിട്ടുള്ള ചോദ്യം ചെയ്യപ്പെട്ടത്. ആദിവാസി കുട്ടികളെ തല്ലുവെച്ച് ഒരു സിസ്റ്ററെ തല്ലാത്തതിന്റെ അപ്പുറത്തുള്ള തെറികളാണ്. അവർ പറഞ്ഞു തല്ലിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തല്ലുന്നതിനേക്കാൾ അപ്പുറത്തുള്ള വാക്കുകളാണ് പറഞ്ഞത്. ആ കന്യാസ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട്. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ രാജ്യദ്രോഹികളാണ്, നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലുള്ളവരാണ്, മറ്റേ രാജ്യങ്ങളിൽ നിന്നും വന്ന് ഇന്ത്യയിൽ വന്ന് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുത്തെ ഉപ്പുചോറ് തിന്ന് നിങ്ങൾ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹികളാണ്. അത് പറഞ്ഞപ്പോൾ അവർ വലിയ സംഘം ബാക്കി തെറി പറഞ്ഞതെന്നോ അവർ പ്രശ്നമില്ല. രാജ്യദ്രോഹികളാണ്, ഈ രാജ്യത്ത് ജനിച്ചവരല്ല, നിങ്ങൾ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വലിയ പ്രയാസം. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയേണ്ടി വന്ന കന്യാസ്ത്രീകൾ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഇരകളാണെന്ന് മന്ത്രി MP രാജേഷ്. കേരള സ്റ്റോറി ആളെ കൂട്ടി പ്രദർശിപ്പിക്കുകയും കേക്കുമായി വന്നവരെ സ്വീകരിക്കുകയും ചെയ്തവർക്ക് ഇനിയെങ്കിലും തിരിച്ചറിവുണ്ടാകണമെന്നും MP രാജേഷ് പറഞ്ഞു. ചെമ്പ് കിരീടം സ്വർണം പൂശിക്കൊണ്ടുകൊടുത്ത സുരേഷ് ഗോപിയെ ഇപ്പോൾ കാണാനേയില്ലെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ഒരക്ഷരം കേന്ദ്രമന്ത്രി ഉരിയാടുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള അവസരമാണിത്. വീണ്ടും വീണ്ടും വഞ്ചിക്കപ്പെടാൻ നിന്നുകൊടുക്കുകയാണെങ്കിൽ കാലം വിധി എഴുതും. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കന്യാസ്ത്രീകൾക്കൊപ്പമാണെന്നത് വ്യാജനാട്യമാണ്.
ഇരട്ട നാവുകൊണ്ടാണ് എല്ലാ കാലത്തും എല്ലാ പ്രശ്നങ്ങളിലും സംഘപരിവാർ സംസാരിക്കുന്നത്. വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു കേരള സ്റ്റോറി എന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. വ്യാജ പ്രചരണം ലക്ഷ്യമാക്കിയാണ് കേരള സ്റ്റോറിക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകിയത്. ദേശീയ പുരസ്കാരത്തിൻ്റെ വിശ്വാസ്യതയും ആധികാരികതയുമാണ് ഇതോടെ ഇല്ലാതായത്. വ്യാജ പ്രചരണങ്ങളെ യാഥാർത്ഥ്യമെന്ന നിലയിൽ അവതരിപ്പിക്കുന്നതിനുള്ള ഭരണകൂട സ്പോൺസർഷിപ്പാണിത്. ഇത്തരം സിനിമകൾ സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രോത്സാഹനം അങ്ങേയറ്റം അപലപനീയമാണെന്നും എം പി രാജേഷ് കൂട്ടിച്ചേർത്തു. ഇതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് എന്നാണ് വ്യക്തമാവുന്നത്. സിനിമയെ വെല്ലുന്ന തിരക്കഥ ഈ ജൂറി തയ്യാറാക്കി എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. കേരളത്തെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിരുന്നല്ലോ കേരള സ്റ്റോറി. കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നിർമ്മിച്ച, മതനിരപേക്ഷ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നിർമ്മിച്ച വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഉപകരണമായിരുന്നു. അത് ആളെക്കുട്ടി പ്രചരിപ്പിച്ചവരുണ്ട് നമ്മുടെ നാട്ടിൽ. ചിലരൊക്കെ ഇടുക്കിയിലൊക്കെ ഇത് പ്രചരിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളുണ്ട്. ചിലർ കൊണ്ടുപോയി കൊടുത്ത, സംഘപരിവാർ കൊണ്ടുപോയി കൊടുത്ത കേക്ക് രുചിച്ചതുപോലെ തന്നെ അവർക്കെല്ലാം പശ്ചാത്താപവും കുറ്റബോധവും തോന്നേണ്ടതാണ് ഇത്. ഇപ്പം ആ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഇരകളായിട്ടാണ് 2 കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നത് എന്നും ഈ കൂട്ടർ മറന്നു പോകരുത്. അപ്പോൾ ഏത് വിദ്വേഷ രാഷ്ട്രീയത്തെയാണോ ഇവർ പ്രോത്സാഹിപ്പിച്ചത് അതിപ്പോൾ തങ്ങളിലേക്ക് തിരിഞ്ഞു കുത്തുകയാണ്. ഞങ്ങളെല്ലാം എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കാലത്ത് മാർട്ടിൻ ന്യൂമുള്ളറുടെ കവിത. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നേറ്റത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ചാൻസലർ ഉൾപ്പെടെ ശ്രമിക്കുന്നത് ഖേദകരമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. നാളെ മന്ത്രി പി രാജീവിനൊപ്പം മന്ത്രിസഭയെ പ്രതിനിധീകരിച്ച് ചാൻസലറെ കാണുമെന്നും ആർ ബിന്ദു അറിയിച്ചു. അഭിപ്രായ സമന്വയത്തോടെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും ആർ ബിന്ദു പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളിൽ അധികാരവും അവകാശവുമുണ്ടെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ നടപടികൾ ചാൻസലർ സ്വീകരിക്കണം. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഗവർണറെ കാണാൻ പോകില്ല. ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഫോണിലൂടെയാണ് അവരെ അറിയിച്ചത്. നാളെ മന്ത്രിമാരുടെ സന്ദർശനത്തിന് ശേഷമായിരിക്കും ഇവർ ഗവർണറെ കാണുക. മുഖ്യമന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരെ കാണാൻ ചാൻസലർ തയ്യാറായതെന്നും ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. നാളത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഖേദകരമാണ്. ഇത് സംബന്ധിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ 2 കത്തുകൾ ബഹുമാനപ്പെട്ട ചാൻസലർക്ക് അയക്കേണ്ടത്. സർവകലാശാലകളുടെയും വിദ്യാർത്ഥികളുടെയും ഗുണത്തെ മുൻനിർത്തിയുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു അത്. സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ ആന്തരിക മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയും ചാൻസലറെ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായും കേരളീയ സമൂഹത്തിനും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ സർവകലാശാലകൾക്കും ഗുണകരമായ തീരുമാനങ്ങളിലേക്ക് വരാൻ ചാൻസലർ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും ഇന്നത്തെ കാലത്തിന് പുതിയ നമ്മുടെ ഉന്നത വിദ്യാകേന്ദ്രങ്ങളെ കൂടുതൽ മികവിലേക്ക് വളർത്താൻ കൂട്ടായ പരിശ്രമമാണ് ആവശ്യം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതിൽ ആശ്വാസമുണ്ടെന്നും ഇടതുപക്ഷ എംപിമാരാണ് ഈ വിഷയം ആദ്യം ഉന്നയിച്ചതെന്നും ആർ ബിന്ദു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓലക്കരിച്ചിൽ രോഗം വ്യാപകമായതോടെ മണ്ണൂർ ഞാറക്കോട് പാടശേഖരത്തിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണിയിൽ. ഉമ വിത്തുപയോഗിച്ച് നടത്തിയ നെൽകൃഷിയാണ് രോഗബാധയെ തുടർന്ന് നാശഭീഷണിയിലായത്. കീടനാശിനികൾ ഫലപ്രദമാകുന്നില്ല. 1 ഏക്കറിന് 35,000 രൂപ ചെലവ് ചെയ്താണ് കൃഷി ഇറക്കിയത്. പലതവണ കീടനാശിനി പ്രയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. കഴിഞ്ഞ വർഷം 2ാം വിളയിലും ഇത്തരം അനുഭവമുണ്ടായി. ഇതോടെ നിരവധി കർഷകർ ദുരിതത്തിലും കണ്ണീരിലുമാണ്. കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കാലാവസ്ഥാ വിള ഇൻഷുറൻസ് ഉടൻ ലഭ്യമാക്കണമെന്നും
കർഷകർക്ക് സഹായം ലഭ്യമാക്കണമെന്നും പാടശേഖര സമിതി കൺവീനർ NR രവീന്ദ്രൻ ആവശ്യപ്പെട്ടു. 3 തവണ കുടിശ്ശികയായ വിള ഇൻഷുറൻസ് ഉടൻ ലഭിക്കണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. വ്യാപകമായിട്ടുള്ള ഓലപൊഴുപ്പാണ്. ഈ കഴിഞ്ഞ വർഷത്തെ 2ാം വിളയിലും ഇത് വ്യാപകമായിട്ടുണ്ടായിരുന്നു. അന്ന് കിട്ടിയ വളവ് 1/3 ഉണ്ടായിരുന്നുള്ളൂ എല്ലാ കർഷകർക്കും. അന്ന് ഞങ്ങൾ പൊന്മണിയാണ് 2ാം വിളയ്ക്ക് ഇട്ടത്. പൊന്മണി കതിരാകുന്ന സമയത്താണ് ഇത് വരുന്നത്. അതായത് അടിപ്പുട്ടിൽ വരുന്ന സമയത്ത് ആ അടിപ്പുട്ടിൻ്റെ കൂടെ വരുന്ന ഓല മുഴുവനും പുറമേയുള്ള ഓല മുഴുവനും പഴുത്തു വരും. അതുകൊണ്ട് കതിരാകുമ്പോഴേക്ക് ആ 1 or 2 ഓല ഒഴികെ ബാക്കിയെല്ലാം കരിഞ്ഞു പോകും. വിളവ് 10% 20% കുറയും. ഇത് വ്യാപകമായിട്ടുണ്ട്. ഇത് വിത്തിൻ്റെ കൂടെ വരുന്നു എന്ന് പറയുന്നു. കൃഷി ഓഫീസിൽ നിന്ന് ഞങ്ങൾ കൃഷി ഓഫീസർ കൊണ്ട് കാണിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വരികയാണെന്നും ആൻറ്റിബയോട്ടിക് അടിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആൻറ്റിബയോട്ടിക് അടിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണുന്നില്ല. വന്നത് മുഴുവൻ പോയത് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചേലക്കരയിൽ ചങ്ങാലിക്കോടൻ വാഴത്തോട്ടം കാട്ടാന നശിപ്പിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പിന് പാകമായി തുടങ്ങിയ വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. കർഷകരുടെ വീടുകൾക്ക് സമീപം വരെ ആനയെത്തി. ചേലക്കരയിൽ ഇടയ്ക്കിടെ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് കർഷകരെ കണ്ണീരിലാക്കുകയാണ്. ഒപ്പം കടുത്ത ഭീതിയിലുമാണ് മേഖലയിലെ ജനങ്ങൾ. ഓണവിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പിന് പാകമായി നിന്ന ചങ്ങാലിക്കോടൻ വാഴത്തോട്ടമാണ് ഒറ്റയാൻ നശിപ്പിച്ചത്. ചേലക്കര തോന്നൂർക്കരയിൽ പുലർച്ചെ കാടിറങ്ങിയ ഒറ്റയാന്റെ ആക്രമണം കർഷകരുടെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയായി. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തോന്നൂർക്കര പടിക്കാറ്റുമുറി മാട്ടിങ്ങൽ മനപ്പടിക്കൽ അരവിന്ദാക്ഷന്റെ വീടിനോട് ചേർന്ന 1 ഏക്കറോളം കൃഷിഭൂമിയിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. കർഷകരുടെ വീടുകൾക്ക് 50 മീറ്റർ അടുത്തുവരെ കാട്ടാന എത്തി. കുതിരാൻ തുരങ്ക നിർമ്മാണം പൂർത്തിയായ ശേഷം മച്ചാട് മലയടിവാരത്തുള്ള ജനവാസ മേഖലയിൽ ആദ്യമായി കാട്ടാന ശല്യം റിപ്പോർട്ട് ചെയ്തത് ഈ പ്രദേശത്താണ്. അതിനുശേഷം വന്യജീവികളുടെ ആക്രമണം ഇവിടെ പതിവായി. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. കവുങ്ങന്തോപ്പുണ്ട്. ഇപ്പൊ അവര് 2-3 ഏക്കറയിൽ ഇപ്പൊ പൈനാപ്പിള് അവിടെ വിളവെടുക്കാനുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അതും കൂടി ആയി കഴിഞ്ഞാൽ ആന ഈ ഭാഗത്തുനിന്ന് പോവില്ല. ഇപ്പൊ ഇവര് ചെയ്യണത് മണ്ണാത്തിപ്പാറ എന്ന് ഫെൻസിങ് വന്നിട്ട് ശരിക്കും വടക്കുമുറി പ്ലാന്റേഷൻ എന്ന് പറയും. ആ ഭാഗത്ത് ചെന്നിട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ശല്യങ്ങൾ കുറയും. ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് ഇപ്പൊ ഡാം പറഞ്ഞ ഇതിന്റെ അപ്പുറത്താണ് ഡാം. നമുക്ക് ഇവിടുന്ന് നടക്കാൻ ഒരു 20 മിനിറ്റോളം മതി. അപ്പൊ അവിടെയാണ് ഇവരുടെ സങ്കേതം. റൗണ്ട് ഡാം. വാഴ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർഷകന്റെ 1 കൊല്ലത്തെ അധ്വാനമാണ്. ഓണത്തിന് അത് കിട്ടിയിട്ട് വേണം അവരുടെ കുട്ടികൾക്കായാലും മറ്റുള്ള കാര്യങ്ങളും ചെലവുകളും. നമ്മളിത് കാർഷിക ലോണ്, ഗോൾഡ് പണയം വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കർഷകർ ഇത് ഇവിടെ ചെയ്തു പോണത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ശല്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ വയനാട് വിഷം കഴിച്ച് മരിക്കുക തൂങ്ങി അങ്ങനത്തെ അവസ്ഥയിലേക്ക് വന്നെത്തും. ഇവിടെ കാർഷിക വൃത്തിയാണ് ഈ മേഖലയിൽ മിക്കവരുടെയും ഉപജീവനമാർഗം. ജീവിതം പ്രതിസന്ധിയിലായ അവസ്ഥയാണെന്ന് ഇവർ പറയുന്നു. വനമേഖലയോട് ചേർന്ന് പലയിടങ്ങളിലും സൗരവൈദ്യുത വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം തകർത്ത് ആനകൾ ജനവാസ മേഖലയിലേക്ക് നിരന്തരമെത്തുകയാണ്. നിലവിലുള്ള സംവിധാനങ്ങളൊന്നും ഫലപ്രദമല്ലെന്നാണ് കർഷകരുടെ വാദം. മേഖലയിൽ സൗരവൈദ്യുത തൂക്കുവേലി സ്ഥാപിക്കണമെന്ന് കർഷകരും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു. അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വെള്ളാപ്പള്ളിയുടെ ഹിന്ദുത്വ വംശീയ ജൽപ്പനങ്ങൾക്ക് മുഖ്യമന്ത്രി മരുന്നിട്ട് കൊടുക്കുകയാണെന്ന് SDPI തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് നെല്ലൈ മുബാറക്. SDPI പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഇലക്ഷൻ പവർ മീറ്റ് 2025 ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ സംവിധാനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നവരെ പ്രതികാര ബുദ്ധിയോടെയാണ് ഭരണകൂടം കാണുന്നതെന്ന് പവർ മീറ്റിൽ SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ, വിമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി, പാലക്കാട് ജില്ലാ സെക്രട്ടറി മജീദ് ഷൊർണൂർ, പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം, ബഷീർ മൗലവി, ഷെരീഫ് പട്ടാമ്പി എന്നിവർ പ്രസംഗിച്ചു. எனவே நான் என்ன சொல்ல நினைக்கிறேனோ இன்றைக்கு அதை உங்களிடத்திலே சொல்ல இயலும் என்பதாக கருதி நான் தமிழிலே முழுவதுமாக உரையாற்ற ஆசைப்படுகிறேன். அன்பு சொந்தங்களே, நீங்கள் டிசம்பர் மாதம் நடைபெறவிருக்கிற உள்ளாட்சி மன்ற தேர்தலில் வெற்றி பெற வேண்டும் என்று சொல்லி திட்டமிட்டு இந்த கூட்டத்தை நடத்தி கொண்டிருக்கிறீர்கள். தமிழ்நாட்டில் இருந்து வந்து உங்களிடத்திலே உங்கள் சகோதரனாக இன்னொரு கோரிக்கையும் சேர்த்து வைக்கிறேன். 3 மாதங்களில் நடைபெறுகிற உள்ளாட்சி மன்ற தேர்தலிலே வெற்றி பெற வேண்டும் என்று நினைக்கிற நீங்கள் 8 மாசத்தில் வரவிருக்கிற கேரளா அசெம்பிளி
போட்டியிலும் வெற்றி பெற வேண்டும் என்று சொல்லி நீங்கள் ஒரு இலக்கை நிர்ணயித்து கேரளா சட்டமன்றத்துடைய கணக்கையும் நீங்கள் துவங்க வேண்டும். அதற்கும் நீங்கள் திட்டமிட வேண்டும் என்று ഉങ്ങളിടത്തിലെ ഒരു കോരിക്കയായി ഞാൻ വയ്க்கிறேன். സ്വച്ഛ് ഗ്രാമീൺ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സംഘം മങ്കരയിലെത്തി. മിനിസ്ട്രി ഓഫ് ജലശക്തിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ശുചിത്വ സർവേക്കായി പഞ്ചായത്തിലെത്തിയത്. മങ്കര പഞ്ചായത്തിലെ സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, പൊതു ഇടങ്ങൾ, വീടുകൾ, തുറന്ന സ്ഥലങ്ങൾ, ശുചിമുറി എന്നിവിടങ്ങളിലാണ് സംഘം സർവേ നടത്തിയത്. ഇവിടങ്ങളിലെ ശുചിത്വം വിലയിരുത്തിയ ശേഷം റിപ്പോർട്ട് കൈമാറും. കേരളത്തിൽ 462 വില്ലേജുകളിലാണ് സംഘം സർവേ നടത്തുന്നത്. നമ്മളിപ്പോൾ ടോട്ടലായിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ നമുക്ക് റാങ്കിങ് ശുചിത്വ സേവാ മിഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടോട്ടലായിട്ട് റാങ്കിങ് നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ ഓൾ ഇന്ത്യ തലത്തിൽ. അപ്പോൾ നമ്മുടെ എല്ലാ ജില്ലകളിലും അതിലെല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് 462 പഞ്ചായത്തിലാണ്, വില്ലേജിലാണ് നമ്മൾ ഈ സ്വച്ഛ് സർവേക്ഷൺ ഗ്രാമീൺ നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യാറുണ്ട്. നമ്മൾ ODF പ്ലസ് ടീമും അതേപോലെ തന്നെ നമ്മുടെ ഓരോ പ്ലാന്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റ്, ഗോവർദ്ധൻ പ്ലാന്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ആൾക്കാരായിട്ട് നമ്മൾ അക്സസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മാർക്കായിട്ട് നമുക്ക് പോകുന്നത്. സർവേക്ക് ശേഷം പഞ്ചായത്തുകൾക്ക് ശുചിത്വ ഗ്രേഡിംഗ് നൽകും. അക്കാദമിക് മാനേജ്മെൻറ്റ് സ്റ്റഡീസിലെ കോർഡിനേറ്റർ S. സെന്തിലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മങ്കര പഞ്ചായത്തിൽ സർവേ നടത്തിയത്. കൂടാതെ മങ്കര പഞ്ചായത്തിലെത്തി പഞ്ചായത്ത് സെക്രട്ടറിയുമായും ഭരണസമിതിയുമായും സംഘം ചർച്ച നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി CV സുനിത, വൈസ് പ്രസിഡന്റ് മല്ലിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രാമചന്ദ്രൻ, EP സുരേഷ്, പഞ്ചായത്ത് അംഗം MV രമേഷ്, VEO CP സന്തോഷ് കുമാർ എന്നിവർ കേന്ദ്ര സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, അംഗൻവാടികൾ, അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് വീടുകൾ, ഇവയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ശുചിത്വവും മാലിന്യവും അതിൻ്റെ എത്രമാത്രം നമ്മൾ മാലിന്യ സംസ്കരണത്തിലും ശുചിത്വത്തിലും മുന്നിലാണ് എന്നതിൻ്റെ ഒരു സർവേയാണ് ഇന്നിവിടെ നടത്തുന്നത്. പാലക്കാട് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളും ഇല്ലെങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിനെ കേന്ദ്ര മന്ത്രാലയം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ സർവേയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ ശുചിത്വം എത്രമാത്രം വളരെ വലുതാണ് എന്ന് ഈ സർവേയിലൂടെ നമുക്കറിയാം. ഈ സർവേ ഫലം ഇവിടെ ഒരു ഏജൻസി നടത്തി അത് അയച്ചു കൊടുത്ത് അതിനുശേഷമാണ് നമ്മുടെ പഞ്ചായത്തിന് ആ ഒരു ഗ്രേഡിംഗ് കിട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അധ്യാപകരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് AKSTU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MN വിനോദ്. അധ്യാപകർ പഠിപ്പിക്കേണ്ടവരാണ്. പാമ്പ് പിടിക്കാനും ചീര പറിക്കാനും അവരെ ഉപയോഗിക്കരുതെന്നും പാലക്കാട് AKSTU DDE ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്ത് MN വിനോദ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം ജീവനക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെടുകയാണെന്നും MN വിനോദ് പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഇതിന് ഉദാഹരണമാണ്. അധ്യാപക മേഖലയിലുൾപ്പെടെ കരാർവൽക്കരണത്തിന് വഴി തുറക്കുന്ന സാഹചര്യമാണുള്ളത്. കരാർവൽക്കരണത്തെയും കോർപ്പറേറ്റ് വൽക്കരണത്തെയും എതിർത്ത പാരമ്പര്യത്തിൽ നിന്ന് ഇടതു സർക്കാർ വ്യതിചലിക്കുന്നത് പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും MN വിനോദ് അഭിപ്രായപ്പെട്ടു. സംബന്ധിച്ച് അവർ തെരുവോരത്തേക്ക് ഇരിക്കുമ്പോൾ ഇത്തരം ധർണകളുമായി ശനിയാഴ്ചകളിൽ പാതിയോരങ്ങൾ പങ്കിടുമ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇടതുപക്ഷ സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഗുണപ്രദമാക്കാൻ വേണ്ടി ഒട്ടനവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയെല്ലാം പരിണത ഫലം എത്രത്തോളം ആ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായി എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് സംശയങ്ങളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പൊതുവിദ്യാഭ്യാസ യജ്ഞം ഗവൺമെന്റ് വിദ്യാലയങ്ങളുടെ എല്ലാം മുഖച്ഛായകൾ മാറ്റി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ വർഷം ഗുണമേന്മ വിദ്യാലയമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് എന്ന കാര്യത്തിലും നമ്മൾ വളരെയേറെ സന്തുഷ്ടിയുള്ളതാണ്. പക്ഷെ ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന വർഷം തന്നെ അധ്യാപകരെ വിദ്യാലയത്തിൽ ഇരിക്കാതെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ഓർഡർ ഇറക്കുകയും ചെയ്യുന്നത് ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. ജില്ലാ പ്രസിഡന്റ് രണദിവെ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സതീഷ് മോൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജ്യോതി, N. ഉണ്ണികൃഷ്ണൻ പിള്ള, ലിൻഡോ വേങ്ങശ്ശേരി, ദിനകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എല്ലാവർക്കും വിദ്യാഭ്യാസമെന്ന സംസ്ഥാന സർക്കാർ നയത്തിന് വിരുദ്ധമായി അവർണ്ണന് അക്ഷരം നിഷിദ്ധമെന്ന ചാതുർവർണ്ണ്യ നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് K. രാധാകൃഷ്ണൻ MP. പാലക്കാട് KSTA നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു K. രാധാകൃഷ്ണൻ MP. ജീവനക്കാരുടെ സേവന വേതന വർധനവ് കാലോചിതമായി പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണെന്നും K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. ഇതിനായി സമരത്തിനിറങ്ങുന്നത് തെറ്റല്ല. എന്നാൽ കേരളത്തിലെ നവോത്ഥാന സമരചരിത്രം വേതനവർദ്ധനവിന് വേണ്ടിയായിരുന്നില്ല.
അയ്യങ്കാളി ഉൾപ്പെടെ എല്ലാവരും വിദ്യാഭ്യാസ ആവശ്യത്തിനായി നടത്തിയ സമരമാണ് ലോകത്തിന് തന്നെ മാതൃകയായതെന്നും MP ചൂണ്ടിക്കാട്ടി. ആ നിലപാടുകൾക്കെതിരായിക്കൊണ്ട് സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആത്മീയത്തിൽ വലിയ പ്രശ്നമൊന്നും നടക്കില്ല. ഞാൻ വിശാലത്തേക്ക് ഉണ്ടാക്കുന്നു. എപ്പോഴും ഞാൻ ഓർത്തു പോകുന്ന ഒരു മഹതിയുടെ പേരുണ്ട്. നമ്മുടെ അധ്യാപികമാരെല്ലാം തന്നെ ഓർക്കേണ്ട ഒരു നാമധേയമാണ്. അത് മറ്റാരുമല്ല, സാവിത്രിബായി ഫൂലെയാണ്. സാവിത്രിബായി ഫൂലെയെ അറിയാത്തവരാണ് ഭൂരിപക്ഷം. ഞാൻ ഒരിക്കൽ സംസാരിക്കുന്ന സന്ദർഭത്തിൽ സാവിത്രിബായി ഫൂലെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. കാരണം എന്താണ്, നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എത്രയേറെ സാക്രിഫൈസ് ചെയ്ത ഒരു മനുഷ്യത്തെയാണ്, അല്ലെങ്കിൽ മനുഷ്യസ്നേഹിയാണ്. ആരും അറിയുന്നില്ല. അതായത് വനിതകളുടെ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവിതത്തിൽ അവർ ചെയ്ത സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ത്യാഗം. വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് അധ്യാപകർ പങ്കെടുത്തു. KSTA ജില്ലാ പ്രസിഡന്റ് അജിത് AM അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS മിജ, ജില്ലാ സെക്രട്ടറി K അജില, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MR മഹേഷ് കുമാർ, K പ്രസാദ്, L ഉമാമഹേശ്വരി, G പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അന്യായമായി ജയിലിൽ അടച്ചത് ഭരണകൂട ഭീകരതയെന്ന് കോൺഗ്രസ്. പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാത്തൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പ്രതിഷേധ കൂട്ടായ്മ പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുകയാണെന്ന് A തങ്കപ്പൻ ആരോപിച്ചു. പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി G ശിവരാജൻ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PR പ്രസാദ്, മണ്ഡലം പ്രസിഡന്റുമാരായ PV അബ്ദുൽ ഖാദർ, P പ്രസാദ്, മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ AR പ്രേമദാസൻ, K ഉദയപ്രകാശ്, S ശശികല, ബബിത രമേശ്, കലാവതി, കണ്ണാടി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ K ചാമി, ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിൽ അടച്ച ഭരണകൂട ഭീകരതയ്ക്കെതിരെ പറളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കരയിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചു. പ്രതിഷേധ സമരം KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. ഒരു ദേശീയതയ്ക്ക് കീഴിൽ അണിനിരത്തുന്നതിനു വേണ്ടി നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, സർദാർ വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ എത്രമാത്രം കഠിനമായിട്ടുള്ള പ്രയത്നം നടത്തിയിട്ടാണ് ഈ രാജ്യത്തെ കെട്ടിപ്പടുത്തി ഇതിനെ ഒരു രാഷ്ട്രമാക്കി മാറ്റി ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ച് അവനവന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അവനവന് ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കാനും സാധാരണക്കാരുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളെയൊക്കെ പരിഷ്കരിച്ചു കൊണ്ടുവരാനും ആ സർക്കാരുകൾ, നെഹ്റുവിന്റെ നേതൃത്വത്തിലും അതിനെ തുടർന്ന് വന്ന സർക്കാരുകളുമൊക്കെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു രാജ്യമായിട്ട് തീർന്ന സാഹചര്യത്തിൽ എത്തിച്ചേർന്നത്. പക്ഷേ അവിടെ BJP മുന്നോട്ട് വെക്കുന്നത് ഇവിടെ സാധാരണക്കാർ വേണ്ട, ഇവിടെ ക്രിസ്ത്യാനികൾ വേണ്ട, ഇവിടെ മുസ്ലിങ്ങൾ വേണ്ട, ഇവിടെ ദളിതൻ വേണ്ട, ഇവിടെ പാവപ്പെട്ടവർ വേണ്ട, ഞങ്ങൾ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ മാത്രം ഈ രാജ്യത്ത് മതി എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് BJP സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ അധ്യക്ഷത വഹിച്ചു. KM അബ്ദുൾ സത്താർ, മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് N അച്യുതൻകുട്ടി, മണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് PK അശ്വജിത്ത്, കേരളശ്ശേരി മണ്ഡലം പ്രസിഡന്റ് T പങ്കജാക്ഷൻ, പറളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MR ഗുരുവായൂരപ്പൻ, ഷംസുദ്ദീൻ മങ്കര എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഖുറാന്റെ തണലിൽ സൗഹൃദ സംഗമം നടത്തി. പിലാപ്പള്ളി 3 സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ സർവൈവൽസ്, നിരീക്ഷണത്തിൽ ജീവിക്കുന്ന സൈനികരാണ്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർ ലോകത്ത് ജീവിക്കുമ്പോ സമയമില്ല എന്ന് പറഞ്ഞാൽ പഠിച്ചവന്നത് ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം അവർക്ക് സമയമുണ്ടല്ലോ, ഭക്ഷണമില്ല. ഒരു നേരം ഗസയിലെ നിവാസികൾക്ക്, ഗസാവികൾക്ക് കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ദിവസം 1 ലിറ്റർ വെള്ളമാണ്. 10,000കണക്കിന് സ്ത്രീകൾ തലമുണ്ടനം ധരിച്ചിരിക്കാൻ. ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ പ്രസിഡന്റ് AA നൌഷാദ് അധ്യക്ഷത വഹിച്ചു.
AP അബ്ദുൽ നാസർ സമാപന പ്രസംഗം നടത്തി. വനിതാ ഏരിയ കൺവീനർ ഹസന റഷീദ്, സെക്രട്ടറി താഹിറ സുബൈർ, മുംതാസ് മൂലോട് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ അനസ് മൂലോട് സ്വാഗതവും ഏരിയ വൈസ് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് നന്ദിയും പറഞ്ഞു. നസീഫ് ഖിറാത്ത് നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളിയിൽ മൃഗപ്രജനന നിയന്ത്രണ കേന്ദ്രം തുറന്നു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്ത പദ്ധതിയായി ഏറ്റെടുത്താണ് പറളിയിൽ ABC സെന്റർ നിർമ്മാണം പൂർത്തിയാക്കിയത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. പട്ടികടി കൊള്ളാതിരിക്കാൻ നമ്മുടെ മുമ്പിൽ നിയമപരമായി ചെയ്യാവുന്ന ഏക കാര്യം ഇവയെ പിടിച്ചുകൊണ്ടുപോയി പദ്ധതികരിക്കുക, അതിനുള്ള കേന്ദ്രങ്ങൾ ആരംഭിക്കുക. പട്ടി കളിക്കാൻ പാടില്ല, പക്ഷെ ABC കിട്ടാൻ പാടില്ല. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കുറെ കൂടിയൊക്കെ മാറ്റം ഉണ്ടായി, നല്ല മാറ്റമൊക്കെ വന്നു. പഴയ നിർമ്മൊക്കെ കുറഞ്ഞു. പക്ഷെ ABC കേന്ദ്രത്തിന്റെ കാര്യത്തിൽ ഇതൊന്നും നടക്കില്ല. പക്ഷെ പട്ടി കളിച്ചാലും കുറ്റം മുഴുവൻ ആക്കാണ്, കുറ്റം മുഴുവൻ സർക്കാരിന്, മന്ത്രിക്ക്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക്. അപ്പൊ രണ്ട് പ്രധാന ജോലിയാണ് ഇപ്പോൾ. ഒന്ന് ചവറ് പോരണം, പിന്നെ പട്ടി പിടിക്കണം. ഇത് രണ്ടും. ഇപ്പൊ ശുചിത്വത്തിന്റെ കാര്യത്തിലുണ്ടായ മാറ്റം നമ്മളെല്ലാം കണ്ടു. പറളി ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ K. ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ മുഖ്യാതിഥിയായിരുന്നു. മറ്റ് ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയും വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയും ചെറുതുരുത്തി പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രവും സംയുക്തമായാണ് ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. AKPA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PN സുനിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ സജീവ് കുമാർ മുഖ്യാതിഥിയായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ദീപ്, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂസഫ്, AKPA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PV ഷിബു, സജീവ് വസതിനി, PTA പ്രസിഡന്റ് EK അലി, KC അജയൻ, CS രഞ്ജിത്ത്, മണി ചെറുതുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് PV മുരളി നന്ദിയും പറഞ്ഞു. പഞ്ചകർമ്മ റിസർച്ച് ഓഫീസർ ഡോക്ടർ V വിഷ്ണുകുമാറിന്റെ നേതൃത്വത്തിൽ ആയുർവേദ ക്ലാസും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ടെക്നിക്കൽ സ്കൂളിൽ ഷൊർണൂർ റെയിൽവേ പോലീസ് ജനമൈത്രി സുരക്ഷാ സമിതി സൈബർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ MS ജയപ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ റെയിൽവേ പോലീസിന്റെയും ജനമൈത്രി സുരക്ഷാ സമിതിയുടെയും നേതൃത്വത്തിലാണ് സൈബർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ടെക്നിക്കൽ സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ. സൈബർ സുരക്ഷ, ഓൺലൈൻ ഗെയിം, സൈബർ തട്ടിപ്പ് എന്നീ വിഷയങ്ങളിലായിരുന്നു സെമിനാർ. റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ ജയപ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സൈബർ ലോകത്ത് സുരക്ഷാ മാർഗങ്ങളും നടപടികളും എന്ന വിഷയത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ IB ഷൈൻ ക്ലാസ് എടുത്തു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ LR ഗീത അധ്യക്ഷയായിരുന്നു. NSS കോർഡിനേറ്റർ VP ശ്രീജ, അധ്യാപിക റംഷാന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ദിനാഘോഷം സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ AK ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് സെല്ലിന് കീഴിൽ ദീപ്തം 2025 എന്ന പേരിലാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ ദിനാഘോഷം സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ AK ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ M പ്രീതി അധ്യക്ഷത വഹിച്ചു. കരിയർ ഗൈഡ് P സ്വപ്ന, അധ്യാപകരായ K ശ്രീധന്യ, V പ്രീത, ഡോക്ടർ പ്രമിത, നന്ദകുമാർ നായർ, K ആതിര, PK രഞ്ജിത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുളപ്പുള്ളി ശ്രീ അന്തിമഹാകാളൻകാവിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ആനയൂട്ട് നടന്നു. ക്ഷേത്രം തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ ഉദയാസ്തമന പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു. തന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാടിന്റെ
മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വിശേഷ പൂജകൾക്ക് ശേഷം ആനയൂട്ട് ആരംഭിച്ചു. ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് 7-ന് നാലമ്പലം തീർത്ഥയാത്രയും സംഘടിപ്പിക്കും. അന്തിമഹാകാളൻകാവ് താലപ്പൊലി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ക്ഷേത്രതന്ത്രി കല്ലൂർ ദേവദാസ് നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഈ വർഷം ഉദയാസ്തമന പൂജയും മഹാഗണപതി ഹോമവും ഭഗവതി സേവയാണ് നടത്തപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ അന്തിവളങ്കാവിൽ ആദ്യമായിട്ട് ഒരു ആനയൂട്ടും കൂടി ഈ വർഷം മുതൽ നടത്തുന്നുണ്ട്. നാട്ടുകാരുടെ മുഴുവൻ സഹകരണത്തോടു കൂടിയാണ് എല്ലാ ചടങ്ങുകളും നടത്തപ്പെടുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച സമാപിക്കും. യജ്ഞത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ഇക്കഴിഞ്ഞ ജൂലൈ 27-നാണ് ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചത്. ബ്രഹ്മശ്രീ തെക്കേടം നാഗരാജൻ നമ്പൂതിരി രാമപുരമാണ് യജ്ഞാചാര്യൻ. ബ്രഹ്മശ്രീ മങ്ങത്തായ പ്രശാന്ത് നമ്പൂതിരി സഹ ആചാര്യനും ഗിരിജ ഉണ്ണികൃഷ്ണൻ സഹ ആചാര്യയുമാണ്. യജ്ഞത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നടന്ന രുക്മിണി സ്വയംവരം ഭക്തിനിർഭരമായി. പൂതനാമോക്ഷം, ബാലലീലകൾ, കാളിയമർദ്ദനം, ഗോവർദ്ധനോദ്ധാരണം, ഗോവിന്ദാഭിഷേകം, രാസക്രീഡ, കംസവധം, ഉദ്ധവദൂത് എന്നിവയുടെ പാരായണത്തിന് ശേഷമായിരുന്നു രുക്മിണി സ്വയംവരം. ശനിയാഴ്ച ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നു. രാവിലെ 6 മണി മുതലായിരുന്നു മന്ത്രാർച്ചന. യജ്ഞത്തിന് ഞായറാഴ്ച സമാപനമാകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് പാപ്പുള്ളി പത്മനാഭൻ നായരെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗത്തിൻ്റെയും പാപ്പുള്ളി പത്മനാഭൻ നായരുടെ പേരിൽ ഷൊർണൂർ സിറ്റി സ്ക്വയറിൽ ആരംഭിച്ച പഠന കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നിർവഹിച്ചു. പ്രയാസകരമായ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് അവർ പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുകയും കമ്മ്യൂണിസ്റ്റുകാരാകെ മോശമാണ് എന്ന് പരസ്യമായി ആക്ഷേപിക്കുകയും കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ മാറ്റി നിർത്തേണ്ടവരാണ് എന്ന് പറയുക മാത്രമല്ല അത്തരത്തിലുള്ള വിലക്കേർപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. അതിവിദൂരമല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഇത്തരം നേതാക്കൾ പ്രവർത്തിച്ചു പോകുന്നത്. ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചവർക്ക് മാത്രമേ അതിൻ്റെ പ്രയാസവും വേദനയും നഷ്ടപ്പാടും മനസ്സിലാവൂ. അനുസ്മരണ യോഗത്തിൽ CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S അജയകുമാർ, MR മുരളി, ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MK ജയപ്രകാശ്, P സിന്ധു, ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, RG പിള്ള എന്നിവർ സംസാരിച്ചു. പാപ്പുള്ളി പത്മനാഭൻ നായരുടെ പേരിൽ ഷൊർണൂർ സിറ്റി സ്ക്വയറിൽ ആരംഭിച്ച പഠനകേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജ് റിട്ടയർഡ് അധ്യാപിക പ്രൊഫസർ KS സുജാത അന്തരിച്ചു.
78 വയസ്സായിരുന്നു. ഏതാനും നാളുകളായി അസുഖത്തെ തുടർന്ന് കിടപ്പിലായിരുന്ന KS സുജാത പാലക്കാട്ടെ വസതിയിൽ വെച്ചാണ് അന്തരിച്ചത്. വൻ ശിഷ്യസമ്പത്തിനുടമയാണ്. 1969 സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് ഗാനപ്രവീണ പാസ്സായ അവർ 1977 ചെമ്പൈ സ്മാരക സർക്കാർ സംഗീത കോളേജിൽ അധ്യാപികയായത്. 2001 അഡീഷണൽ പ്രൊഫസറായി. 2003 ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും സംഗീത ലോകത്ത് സജീവമായിരുന്ന അവർ നിരവധി കുട്ടികളെ സംഗീതം അഭ്യസിപ്പിക്കുകയും സംഗീതവേദികളിൽ സജീവ സാന്നിധ്യവുമായിരുന്നു. ഭർത്താവ് ശ്രീധരൻ, മക്കൾ ബാലു, ബിന്ദു. മാറ്റൊലി. സംസ്ഥാനത്ത് വിലക്കയറ്റം രൂക്ഷമാണ്. ഓണം അടുത്തിരിക്കെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിഷ്ക്രിയമാണെന്നും ആക്ഷേപമുയരുന്നു. വിലക്കയറ്റം തടയുന്നതിൽ സർക്കാർ പരാജയമോ? മാറ്റൊലിയിലേക്ക്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയാണ്. ഇനിയിപ്പോൾ ഓണം പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞ ഓണത്തിരക്കായി. എല്ലാ സാധനവും എന്തുകൊണ്ടായാലും ബാക്കിയൊന്നുമില്ല. 2000 3000 കൊണ്ടായാലൊക്കെ മാർക്കറ്റ് പറഞ്ഞാൽ ഒന്നുമില്ല. ആകെ എന്ത് സാധനത്തിൽ ചെന്നാലും ഇപ്പം ഇനി അരിക്കുന്ന വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഈ മഴ പിടിച്ചുകൊണ്ട് ആൾക്കാർക്ക് ജോലിപ്പണി തരങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. കൂട്ടി പിടിച്ച മഴയില്ലേ, അതൊക്കെ കഴിഞ്ഞ് 5 നാൾ കഴിഞ്ഞിട്ട് ഇനി മഴ ഉണ്ടാവുമെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് തൊട്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാ സാധനത്തിനും ജോലിക്ക് പോകാനും കുടുംബം ജീവിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് എല്ലാം കാണുന്നത്. വെളിച്ചെണ്ണയുടെ കാര്യം പറയണ്ട. വെളിച്ചെണ്ണ കാര്യത്തിൽ തേങ്ങയ്ക്ക് വെളിച്ചെണ്ണ തീ പിടിച്ച വിലയാണ്. തേങ്ങ തന്നെ ഇല്ല തന്നെ. ഇറക്കുമതി ചെയ്യുന്ന മട്ടത്തിക്കുന്നവർക്ക് കൂട്ടിയിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ 1 കിലോ 1 ലിറ്ററിന് 500 രൂപയ്ക്ക് തേങ്ങയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് വില. ഈ നിലയ്ക്ക് പോയി എല്ലാ അതമാക്കുന്ന എല്ലാ സാധനത്തിനും തീ പിടിച്ച വിലയാണ്. ജീവിക്കേണ്ട കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓണം എങ്ങനെയെങ്കിലും കഴിച്ച് കൂട്ടും. ഗവൺമെൻറ് ഇതിനെ പറ്റിയിട്ട് ഇല്ല. അവർ വന്നാൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്താ ചെയ്യുക? ഞങ്ങളുടെ കേന്ദ്രം ഈ കേന്ദ്രം മാത്രമേ പറഞ്ഞുകൊണ്ട് ഇത് നാട്ടിൽ അവർക്ക് ഇവിടെ ചെയ്യാമെന്നുള്ള കേസുകളുള്ളൂ. ഒക്കെ കേന്ദ്രത്തിന് ഇത് ഈ സാധനങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യാനും പിടിക്കാനൊക്കെ അത്ര പറ്റൂ. അത് ഇവിടെ കൊണ്ട് എല്ലായിടത്തും ഇവിടെ ടെമ്പോ അമേരിക്കൻ പ്രസിഡൻ്റ് വിലക്ക് വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ എല്ലാത്തിനും തീപിടിച്ച ഇറക്കുമതികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. നമുക്ക് ജീവിക്കേണ്ട കണ്ടീഷൻ ഇപ്പോൾ ഭയങ്കര എന്തോരം ജോലി ചെയ്തിട്ട് കാര്യമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂർ കുളപ്പുള്ളി റോഡ് തകർച്ചയ്ക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണുമെന്ന് P മമ്മിക്കുട്ടി MLA. കുളപ്പുള്ളി മുതൽ ചെറുതുരുത്തി വരെയും പൊതുവാൾ ജംഗ്ഷൻ മുതൽ SMP ജംഗ്ഷൻ വരെയുമുള്ള റിംഗ് റോഡിന്റെയും തകർച്ച പരിഹരിക്കാൻ 25 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ ഓഗസ്റ്റ് 10 പ്രവൃത്തി നടത്തുമെന്നും MLA. മഴക്കാലം കഴിഞ്ഞാൽ പുതിയ ടെൻഡറുമായി മുന്നോട്ടു പോകാൻ ഗവൺമെന്റ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ആഹ്ലാദവും ആശ്വാസവും പ്രകടിപ്പിച്ച രാഷ്ട്രീയ ഭരണ നേതൃത്വവും മതമേധാവികളും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നന്ദിയുണ്ടെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. കന്യാസ്ത്രീകൾക്കും ആദിവാസി യുവാവിനും ജാമ്യം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് K രാധാകൃഷ്ണൻ MP. ജയിലിൽ കഴിയേണ്ടി വന്ന കന്യാസ്ത്രീകൾ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഇരകളെന്ന് മന്ത്രി MB രാജേഷ്. ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നേറ്റത്തിന്റെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ചാൻസലർ ഉൾപ്പെടെ ശ്രമിക്കുന്നത് ഖേദകരമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. മന്ത്രിസഭയെ പ്രതിനിധീകരിച്ച് മന്ത്രി P രാജീവിനൊപ്പം അടുത്ത ദിവസം ചാൻസലറെ കാണും. അഭിപ്രായ സമന്വയത്തോടെയാണ് സർക്കാരും ചാൻസലറും മുന്നോട്ടു പോകേണ്ടതെന്നും മന്ത്രി. ഓലകരിച്ചിൽ രോഗബാധ. മണ്ണൂർ ഞാറക്കോട് പാടശേഖരത്തിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണിയിൽ. കീടനാശിനികൾ ഫലപ്രദമാകുന്നില്ലെന്ന് കർഷകർ. കൃഷിയിറക്കിയത് ഏക്കർ 1-ന് 35,000 രൂപ ചിലവിൽ. കടക്കണിയിലെന്നും കാലാവസ്ഥാ വിള ഇൻഷുറൻസ് ഉടൻ ലഭ്യമാക്കണമെന്നും കർഷകർ. അധ്യാപകരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് AKSTU. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് DDE ഓഫീസ് മാർച്ച്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നവകേരള സൃഷ്ടിക്ക് പിന്തുണ ആവശ്യപ്പെട്ട് KSTA. പാലക്കാട്ട് മാർച്ചും ധർണയും. ചേലക്കരയിൽ വീണ്ടും കാട്ടാന. ഓണവിപണി ലക്ഷ്യമിട്ട് വിളവെടുപ്പിന് ഭാഗമായ ചങ്ങാലിക്കോടൻ വാഴത്തോട്ടം കാട്ടാന നശിപ്പിച്ചു. വീടുകൾക്ക് സമീപം വരെ ആനയെത്തിയതായി കർഷകർ. വന്യജീവി ആക്രമണം തുടർക്കഥയാകുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.